ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂരത്തോരൻ എങ്ങനെ വെക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ദെൻ ലെറ്റ്സ് ഗോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂര ചെറിയ കഷ്ണങ്ങളായിട്ട് കനുകുനാന്നല്ല കേട്ടോ, ചെറിയ സാധാരണ നമ്മൾ മീൻകറി വെക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇങ്ങനെ ഇടുന്ന കണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, ഒട്ടും കൂടുതലില്ല, പാകത്തിനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, അനക്കും തിരിച്ചുമൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണേ. നല്ല സൂപ്പർ മഞ്ഞൾപ്പൊടി, പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അത് എടുക്കുമ്പോഴേ മഞ്ഞളിൻ്റെ മണമാണ്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ 1/2 സ്പൂണൊക്കെ ഉള്ളു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് പിശാന്നങ്ങോട്ട് എന്ത് ചെയ്യുക, ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അവന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് വിട്ടേക്കണം. പൊടിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളവനെ മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. ഇത് ഏകദേശം 1 സ്പൂൺ പച്ചമുളകേ ഉള്ളൂ കേട്ടോ. 1 സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു ചെറിയ സവാള അരിഞ്ഞത്. ഇതിൻ്റെ കൂട്ടത്തിൽ കൊച്ചുള്ളിയും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമേ. പിന്നെ ഒരു 2-3 പിടി തേങ്ങ. ഒരു തേങ്ങ ഫുള്ളായാലും കുഴപ്പമില്ല, തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചട്ടിയിലിട്ടു. മറ്റേ നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നോ, ഫിഷ്, അതങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല ഒന്നാന്തരം പച്ച കറിവേപ്പില. ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ചേട്ടന് നട്ട് വളർത്തിയ കറിവേപ്പാട്ടോ, നല്ല ഫ്രഷ് സാധനം. എന്നിട്ട് നമ്മൾ ആ ചതച്ച് വെച്ച തേങ്ങയെല്ലാം കൂടെ അതിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് മഞ്ഞൾപ്പൊടി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തൊക്കെ കൊടുക്കും. ഇതുവരെ ഇട്ടില്ല, ഞാൻ എടുക്കാൻ പോയേക്കുവാന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറൂടെ കഴുകി അതിനകത്തോട്ടം ഒഴിച്ചു. എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്, കൈകൊണ്ട് തന്നെ. കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ 1 സ്പൂൺ വെച്ച് ചെയ്താലും കിട്ടില്ല കേട്ടോ. കൈയൊക്കെ നല്ല, ചിലരൊന്നും കൈ കൊണ്ടൊന്നും ചെയ്യത്തില്ല, സ്പൂൺ കൊണ്ടാണ് ഇളക്കുന്നത്. നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ ഇതൊക്കെ കൈ കൊണ്ടൊക്കെ ഇളക്കി അങ്ങോട്ട് വെച്ച് തന്നെ ചില പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് വേവിച്ച് തന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ അത് മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് കൈകൊണ്ട് ഇളക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൊറോണ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു നല്ല സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കൈ നല്ല അടിപൊളിയായിട്ട് വാഷൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് ഇളക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ എൻ്റെ അമ്മച്ചിയുടെ ഭാഷ പറഞ്ഞാൽ തല്ലിപ്പൊത്തി വെക്കുക. ഓക്കെ, എന്നിട്ട് ഗ്യാസ് കത്തിച്ച് ആ ചട്ടി നമ്മളെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. ഒന്ന് ചൂടായി കഴിയുമ്പോൾ സിമ്മിലിടാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ചട്ടി മാറ്റി കേട്ടോ. ഈ മൺചട്ടിക്ക് ഒരു പ്രശ്നമുണ്ടേ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അപ്പം എൻ്റെ കാര്യത്തിൽ അത് വലിയ ഒരു പ്രശ്നമായതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, എനിക്ക് ആ ചട്ടി മാറ്റിയിട്ട് വേറൊരു ചട്ടി വെച്ച് തന്നു കേട്ടോ. എനിക്കിതാകുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ മൺചട്ടി വെക്കുന്ന ടേസ്റ്റ് വേറെയാണേ. അപ്പോൾ ഇപ്പം നമ്മളെല്ലാം ഇളക്കി വെള്ളമൊക്കെ വറ്റി. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇച്ചിരി കൂടെ വെള്ളമേ വറ്റാനുള്ളൂ. മുകളിൽ കൂടെ കുറച്ചേറെ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിത് ഇളക്കി വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് നമ്മൾ ഇളക്കി തോർത്തിയെടുക്കണം. വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നോക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കുക.
ആദ്യം സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് കൂട്ടി നടുക്കോട്ട് കൊണ്ടുവന്ന് കുത്തി ഇളക്കി മുകളിലോട്ട് വെച്ചിട്ട് വീണ്ടും കുത്തി ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് നിരത്തിയിട്ട് കൊടുക്കുക. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചൂരത്തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലോക്ക്ഡൗൺ ആയിക്കൊണ്ട് ഇതൊന്നും കിട്ടാൻ വഴിയില്ലെന്ന് പറഞ്ഞ് ആരും പരാതി പറയില്ല. ഞങ്ങൾക്ക് കുറേ ദിവസങ്ങൾ മീനും ഒന്നും ഇല്ലാണ്ട് കാത്തിരുന്ന് ഒരവസരം കിട്ടിയപ്പോൾ ചാടിപ്പോയിറങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചൂടാറാതെ അടിപൊളി വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് സജഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇപ്പം പുതിയ തലമുറയിൽ വരുന്ന ആൾക്കാർക്കൊന്നും കുക്ക് ചെയ്യാനൊന്നും അറിയാൻ പാടില്ലെന്നേ. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നവരേക്കും ബൈ. പോയി വരാമേ.